Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയെ സംബന്ധിച്ച് ജെറോം പവലിന്റെ പ്രസ്താവനകളൊക്കെ വന്നതിന് ശേഷവും US സൂചികകളെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ ഈ ഒരു പ്രസ്താവന വന്ന സമയങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലൊരു ഇടിവിലേക്ക് സൂചികൾ പോയെങ്കിലും പിന്നീട് അവിടെ നിന്നൊരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂചികൾക്ക് സാധിച്ചിട്ടുണ്ട്. US വിപണിയെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഇന്നലെ നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഒരു റിക്കവറി ആയിരുന്നു ആക്ച്വലി കാണാൻ സാധിച്ചത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് 20,000 പോയിന്റിൽ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആ 20,000 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഡെറിവേറ്റീവ്സിൽ ബാരലിന് $71.84 എന്നുള്ള റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. WTI സംബന്ധിച്ചും ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബാരലിന് 68.32 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ക്രൂഡ് ഓയിലിന് ഒരു ചെറിയൊരു നേരിയ ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. 72, 73 ഈ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 72, 73 റെസിസ്റ്റൻസ് WTI ക്രൂഡിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡിലോട്ട് വഴിമാറും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $66 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗോൾഡ് ഒരു ഫ്ലാറ്റ് നോട്ടിൽ ഡ്രൈ ഔൺസിന് 2635 എന്നൊരു റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് കഴിഞ്ഞ ആഴ്ച നൽകിയതിന് ശേഷമായിരുന്നു ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $2,620 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്വർണത്തിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് $2,690. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്നും ഒരു $20 മുതൽ $30 നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആഭ്യന്തര വിപണിയിൽ വെള്ളിയാഴ്ച കണ്ടിരുന്ന ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ സെഷനിൽ ഉണ്ടായത്. 368 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് അവസാന നിമിഷം നിഫ്റ്റി രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ സെഷനിൽ 25,794 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് നിഫ്റ്റി കൂപ്പുകുത്തിയിട്ടുണ്ടായിരുന്നു. 25,810 എന്നൊരു റേഞ്ചിലാണ് കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് നോട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇന്ന് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2.5-3 ആഴ്ച നേട്ടം നൽകിയതിനു ശേഷമായിരുന്നു കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ 2 മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ 25,600, അതിനെ തുടർന്ന് 25,400. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 25,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നിഫ്റ്റി ബാങ്ക് സൂചികയും 850 പോയിന്റിന്റെ നഷ്ടമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത്. 52,978 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാനപ്പെട്ട ഓഹരികളിലെല്ലാം തന്നെ വലിയ തോതിലുള്ളൊരു വിൽപ്പനാ സമ്മർദ്ദം കടന്നു വന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് 3%, 2% ഒക്കെ ഒരു ഇടിവായിരുന്നു കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഞാൻ നേരത്തെ നിഫ്റ്റി 50യുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും 2.5-3 ആഴ്ച നീണ്ടു നിന്നൊരു മേജർ ബുള്ളിഷ് റാലിയെ തുടർന്നാണ് നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ സപ്പോർട്ട് 52,400, അതിനെ തുടർന്ന് 52,000 പോയിന്റ്.
അതോടൊപ്പം സെക്ടർ വൈസ് സാറിൻ്റെ ഒരു വ്യൂ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 1 സെയിൽസ് റിപ്പോർട്ടുകൾ, ഓട്ടോ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ടുകളൊക്കെ തന്നെ വരാനിരിക്കുകയാണ്. പൊതുവെ സബ്ഡ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ആയിരിക്കും കമ്പനികൾ ഇത്തവണ, സബ്ഡ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ആയിരുന്നു സെപ്റ്റംബർ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. കഴിഞ്ഞൊരു സെഷനിൽ ഏറ്റവും അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സൂചികയും ഓട്ടോ സൂചിക തന്നെയായിരുന്നു. 2% ഒരു നഷ്ടമാണ് ഓട്ടോ സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഭൂരിഭാഗം ഓട്ടോ ഓഹരികളിലും വലിയ തോതിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഹീറോ മോട്ടോകോപ്പ്, TVS മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് വലിയ തോതിലുള്ളൊരു ഇടിവ് കഴിഞ്ഞൊരു സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് സാറിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്താണ്? ഇനി ഫെസ്റ്റീവ് സീസൺ ഒക്കെ തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. ഓട്ടോ ഓഹരികളിൽ നമുക്കിപ്പോൾ ലോ റിസ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രിയ, നമ്മൾ ഓട്ടോ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അഗെയിൻ നമ്മൾ നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സും നമുക്ക് ഒത്തിരി നേട്ടം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ നൽകിയിട്ടുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ, കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിലായിരുന്നു നമുക്ക് ഓട്ടോ ഇൻഡെക്സിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ആയി കാണാൻ സാധിച്ചത്. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന സെൽ ഓഫേ അല്ല, ഇറ്റ് ഈസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 26,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. ഈ ഒരു സമയത്ത് എനിക്ക് വീക്ക്നെസ് ഓട്ടോ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോകുമ്പോഴേക്കും നമ്മൾ അശോക് ലെലൻഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 230 ആയിരിക്കണം. ആൻഡ് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ഈ ഒരു സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 245 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യപ്പെടണം. ബജാജ് ഓട്ടോന്റെ കേസ് എടുക്കുമ്പോഴേക്കും ബജാജ് ഓട്ടോ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്ക് അഗെയിൻ റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയത്. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ബജാജ് ഓട്ടോയുടെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഹീറോ മോട്ടോറിന്റെ കേസിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വി ആർ ഏബിൾ ടു സീ പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5,700 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. TVS മോട്ടോറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച അഗെയിൻ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈലായിരുന്നു ക്ലോസ് ചെയ്തത്. അറ്റ് ദിസ് പോയിന്റ് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണുന്നില്ല. ടാറ്റ മോട്ടോറിന്റെ കേസ് നോക്കുമ്പോഴേക്കും 940 രൂപയിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 1020 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. മെറ്റൽ സെക്ടറിനെ കുറിച്ചാണ് അടുത്തത് ചോദിക്കുന്നത്. മെറ്റൽ സെക്ടർ ആയിരുന്നു കഴിഞ്ഞ സെഷനിൽ ഒരു ഔട്ട് പെർഫോമൻസ് മറ്റ് സൂചികകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രേഖപ്പെടുത്തിയത്. മെറ്റൽ സെക്ടർ കഴിഞ്ഞ സെഷനിൽ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് NMDC, APL അപ്പോളോ, JSW സ്റ്റീൽ, നാൽക്കോ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് നല്ലൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നാൽക്കോ 2%-ലധികം നേട്ടം രേഖപ്പെടുത്തി. NMDCയെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 4% ഒരു കുതിപ്പായിരുന്നു കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയത്. മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? മെറ്റൽ സെക്ടറിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ഓഹരികൾ ഏതൊക്കെയാണ്? മെറ്റൽ സെക്ടർ ഐ തിങ്ക് ഒരു ടേൺ റൗണ്ട് സെക്ടർ ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും മെറ്റൽ ഇൻഡെക്സ് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയത്. സോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. മെറ്റൽ സെഗ്മെന്റിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഓൺലി തിങ് ഈസ് ഒത്തിരി കയറിപ്പോയ സ്റ്റോക്സിലൊന്നും ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് പുതിയൊരു എൻട്രി എടുക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി മെറ്റൽ സെക്ടറിൽ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം ഞാൻ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സെബി യോഗത്തിൽ അല്ലെങ്കിൽ സെബി ബോർഡ് യോഗത്തിൽ പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ട് ലൈറ്റ് ഫ്രെയിം വർക്കൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പുതിയതായിട്ടുള്ള സ്പോൺസേഴ്സ് അല്ലെങ്കിൽ പുതിയ കമ്പനീസിനെ സംബന്ധിച്ച് അവർക്ക് എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സിലൊക്കെ തന്നെ അയവ് വരുത്തിക്കൊണ്ടുള്ള നടപടികളാണ് സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നെറ്റ്വർത്ത് അതുപോലെ പ്രോഫിറ്റബിലിറ്റി പോലുള്ള ക്രൈറ്റീരിയകളിലൊക്കെ തന്നെ അല്പം അയവ് വരുത്തിക്കൊണ്ടുള്ള നടപടികളാണ്
നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാസീവ്ലി മാനേജ്ഡ് സ്കീംസിനും ഒരു ഫ്രെയിം വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇത്തരം നടപടികൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനെ തന്നെയാണ്. കഴിഞ്ഞൊരു സെഷനിൽ നമുക്ക് ഈ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി 2.5% ഒരു ഇടിവ് കഴിഞ്ഞൊരു വലിയ ഇൻട്രാഡേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നിപ്പോൺ ഇന്ത്യ, അതോടൊപ്പം UTI അസറ്റ് ഒക്കെ തന്നെ ഒരു ഇടിവിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ സ്റ്റോക്കുകളെ കുറിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? അല്ല, സെബിയുടെ ഈ ഒരു നീക്കം ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ഗുഡ് ഫോർ ദ ലോങ് ടേം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ഇന്നലെ പല പുതിയ നല്ല അനൗൺസ്മെന്റ്സ് നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ മ്യൂച്വൽ ഫണ്ടിനോടൊപ്പം തന്നെ ഒരു പുതിയ അസറ്റ് ക്ലാസ്സിനെ സെബി കാറ്റഗറൈസ് ചെയ്ത് ഇട്ടുണ്ട്. സോ 10 ലക്ഷം രൂപ, അതായത് ഇന്നിപ്പോൾ നിലവിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സ്കീമിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സ്കീമിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നിക്ഷേപകൻ 50 ലക്ഷം രൂപയായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് പല ഇൻവെസ്റ്റേഴ്സിന് അത് സാധിക്കത്തില്ല. സോ അതിനെ തുടർന്ന് സെബി ഇപ്പോൾ ഒരു പുതിയ അസറ്റ് ക്ലാസ് നിയമിച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ആൻഡ് അതിനോടൊപ്പമായിരുന്നു ഇന്നലെ മ്യൂച്വൽ ഫണ്ട് ലൈറ്റ് എന്നും പറഞ്ഞൊരു പുതിയ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ഇനി കാണാൻ പോകുന്നത് പുതിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് രൂപീകരിക്കപ്പെടും. എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് പുതിയ സ്കീംസും കൊണ്ടുവരും. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഹെൽത്തി. ഇത് ഷോർട്ട് ടേമിൽ നമ്മൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ലൈക്ക് HDFC മ്യൂച്വൽ ഫണ്ടിൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണുമെങ്കിലും ലോങ് ടേമിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഫാന്റാസ്റ്റിക് ബിസിനസ്. ബിക്കോസ് അറിവ് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് അറിവ് ഉണരും. ആൻഡ് വെൻ ദാറ്റ് നോളജ് ആൻഡ് എക്സ്പോഷർ വർദ്ധിക്കും തോറും കൂടുതൽ പണം ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലോട്ട് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏതായാലും പ്രേക്ഷകരെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മോയിൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. മോയിൽ ലിമിറ്റഡ് കഴിഞ്ഞൊരു സെഷനിൽ 2% നേട്ടത്തിൽ 407 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ മോയിൽ ഇന്ത്യയുടെ കേസിൽ നമുക്ക് ഒരു ടേൺ അറൗണ്ട് ഇൻ ഫോർച്യൂൺസ് കാണാൻ സാധിക്കുന്നത്. മോയിൽ ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് 420-425 റേഞ്ചിലാണ് കാണുന്നത്. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 460-480. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 360 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ഹഡ്കോയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ഹഡ്കോയെ സംബന്ധിച്ച് 1.5% നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഹഡ്കോയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇസ് സ്റ്റിൽ ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു 225 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമ്മൾ കാണണമെങ്കിൽ 260-265 ഈ റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 285, അതിനെ തുടർന്ന് 305. ഫിനോലെക്സ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഇടിവോടുകൂടി 278 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. പുതിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 274 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഭാരത് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട്. 2.5% നേട്ടമായിരുന്നു കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിയത്. 1160 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ ജൂലൈ മാസത്തിൽ 1800 രൂപയുടെ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് BDL കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1330 രൂപയിലായിരിക്കും. മാർസൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 4% നേട്ടത്തിൽ 294 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർസൻസിന്റെ ആദ്യത്തെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് അത് BSEയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ.
ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് ഇറ്റ് അപ്പ്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 3% നേട്ടത്തിൽ 730 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലെ വെള്ളിയാഴ്ച ആയിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് 781 രൂപയിൽ ഓൾ ടൈം ഹൈ നൽകിയത്. അതിനെ തുടർന്ന് 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. PVR ഐനോക്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രേക്ഷക. 1.5% നഷ്ടമാണ് കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയത്. PVR Inox is a mid-cap stock and ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1630 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 1720, 1760 ഈ ഒരു റേഞ്ചിലായിരിക്കും. വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 6% നഷ്ടത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. വരുൺ ബിവറേജസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. EPL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2% മുന്നേറ്റത്തിൽ 259 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. EPL വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ജൂൺ മാസത്തിൽ 170 രൂപയുടെ ബോട്ടം നമുക്ക് ഈ സ്റ്റോക്ക് നൽകിയതിനു ശേഷം വലിയൊരു കുതിപ്പ് തന്നിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 238 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നില്ല. ഡിക്സൺ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് കാര്യമായിട്ട് ഈ സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 12,800 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. NTPCയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1.5% നേട്ടത്തിൽ 443 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. NTPC ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് കാണുന്നത് 418 രൂപയിൽ. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ആദിത്യ ബിർള ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 6% നേട്ടത്തിൽ 237 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആദിത്യ ബിർള ക്യാപിറ്റൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നു. 240, 250 ഈ ഒരു റേഞ്ചിൽ വലിയൊരു റെസിസ്റ്റൻസ് ലെവൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ഈ ഒരു ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 228 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് 250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം കൺസിഡർ ചെയ്യുക. റിലയൻസ് പവറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. റിലയൻസ് പവർ കഴിഞ്ഞ സെഷനിലും അപ്പർ സർക്യൂട്ടിൽ എത്തി 48.66 എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്.
റിലയൻസ് പവറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ 12 അറൌണ്ട് 29 രൂപയ്ക്ക് അടുത്ത് ഇതൊരു ബോട്ടമിംഗ് ഔട്ട് നടത്തിയതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷൻസിലും ഇത് ഒരു അപ്വേർഡ് സർക്യൂട്ട് ബ്രേക്കറിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്ന് ഡൗൺ സൈഡ് റിസ്ക് വളരെ ഹൈ ആയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തെന്നാൽ ഈ സ്റ്റോക്കിൽ ഒരു സെൽ ഓഫ് വന്നു തുടങ്ങിയ തുടർച്ചയായിട്ട് പല ട്രേഡിംഗ് സെഷൻസിലും ഇത് ഡൗൺവേർഡ് സർക്യൂട്ടിലായിരിക്കും ക്ലോസ് ചെയ്യാൻ പോകുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സംവർദ്ധന മദർസൺസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1.5% നഷ്ടത്തിൽ 211 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. സംവർദ്ധന മദർസൺ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലായിരുന്നു ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ ക്ലോസ് ചെയ്തത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 198 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗ്രാഫൈറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 6% നേട്ടത്തിൽ 590 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഗ്രാഫൈറ്റ് ഇന്ത്യ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 560 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1% നഷ്ടമാണ് കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കഴിഞ്ഞ ആഴ്ച ഒത്തിരി വോളറ്റിലിറ്റി നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 198 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ 220, 240 ഈ റേഞ്ചിലായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. CDSLുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. CDSL കഴിഞ്ഞൊരു സെഷനിൽ 1.5% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. CDSLന്റെ കേസിൽ നമുക്കൊരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് കുറച്ച് ദിവസം മുൻപ് ഈയിടെ കാണാൻ ഇടയായി. അതിനെ തുടർന്ന് സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1320 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അവസാനമായി സാറിന് ഫ്രീ ആക്കുന്നതിന് മുൻപ് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്മേൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കടന്നു വന്നിട്ടുണ്ട്. 2.5% നഷ്ടത്തിൽ 99 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്. ഓല ഇലക്ട്രിക് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 98 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ മാക്സിമം ക്വരീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്കുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.